മലയാളികൾക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു നേട്ടം ഇന്ന് കേരളം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് ഇറങ്ങുകയും ചെയ്തിരുന്നു അത് സംബന്ധിച്ചും. എന്നാൽ ദൃശ്യമാധ്യമങ്ങളൊന്നും അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല, വാർത്തയാക്കിയതേയില്ല എന്ന് പറയാം. ഒരുപക്ഷെ ഒരു അന്തിച്ചർച്ചയ്ക്ക് വിഷയമാക്കാൻ കഴിയുന്ന വാർത്തയായിരുന്നു. ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളം, അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട്. നാം ആലോചിച്ച് നോക്കണം എത്ര വലിയ നേട്ടമാണ് നാം കൈവരിച്ചത് എന്ന്. എന്നാൽ മാധ്യമങ്ങൾ അത് പൂർണ്ണമായും തമസ്കരിച്ചു എന്ന് തന്നെ പറയാം. ഇന്നത്തെ ദിനപത്രങ്ങൾ എടുത്തു നോക്കിയാലും ചെറിയ വാർത്താക്കുറിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ വാർത്താക്കുറിപ്പ് അതുപോലെ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേക്കുറിച്ച് സ്വന്തം നിലയിൽ ഒരു വാക്ക് പ്രത്യേകം എഴുതാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല, തയ്യാറായില്ല എന്ന് പറയുമ്പോൾ കേരളത്തെ എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ കാണുന്നത്? കേരളത്തിലെ സർക്കാരിൻ്റെ നേട്ടങ്ങളെ എങ്ങനെയാണ് മാധ്യമങ്ങൾ തമസ്കരിക്കുന്നു എന്നതിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി നമുക്കിതിനെ കാണാൻ കഴിയും. എന്താണ് നേട്ടം എന്നല്ലേ? ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ തന്നെയാണ്, ശിശുമരണ നിരക്കിനെ കുറിച്ച് തന്നെയാണ്. ശിശുമരണ നിരക്കിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ്, എത്രയോ കാലമായിട്ട് ഉണ്ട്. പക്ഷേ ഇത്തവണ അത് അമേരിക്കയെക്കാളും മുന്നിൽ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിശുമരണ നിരക്ക് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 25 കുട്ടികൾ മരിക്കുന്നു, അതാണ് ഇന്ത്യയുടെ ശരാശരി. എന്നാൽ കേരളത്തിൽ അത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ വെറും 5. അവിടെയാണ് നേട്ടം. അമേരിക്കൻ ഐക്യനാടുകളിൽ അത് 5.6 ആണ്, കേരളത്തിൽ 5 ആണ്, അമേരിക്കയിൽ 5.6 ആണ്. എന്ന് വെച്ചാൽ അമേരിക്കയെക്കാളും ആരോഗ്യരംഗത്ത് മുൻനിരയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയെക്കാളും ശിശുമരണ നിരക്കിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു, ലോകത്തിൻ്റെ നെറുകയിൽ കേരളം നിൽക്കുന്നു എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ അത് 25 ആണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കാം. ഉത്തർപ്രദേശിൽ അത് 37 ആണ്. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 37 കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഉത്തർപ്രദേശിൽ. ഛത്തീസ്ഗഡിൽ സമാനമായി 37 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. മധ്യപ്രദേശിലും 37 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ബീഹാറിൽ 23, ഗുജറാത്തിൽ 20 കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ 19 കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ 12 കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത്. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് 2023 പ്രകാരമാണ് ഈ കണക്ക്. ആ കണക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ ആരും വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത നൽകിയില്ല. സ്വാഭാവികമായും ഇന്ന് മലയാള മനോരമ പത്രം നോക്കും, ഒന്നാമത്തെ പത്രമല്ലേ, വാർത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. 1-ാം പേജിൽ കൊടുക്കാൻ കഴിയുന്ന വാർത്തയെ മലയാള മനോരമ 8-ാം പേജിൽ ചരമക്കോളത്തിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത് എന്നോർക്കണം. ശിശു മരണനിരക്ക് 5, രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിൽ. കുറ്റം പറയരുത്, വലിയ തലക്കെട്ട് തന്നെയാണ്. ഏകദേശം 5 കോളം വാർത്തയുടെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. വാർത്ത ചെറുതാണെങ്കിലും വലിയ തലക്കെട്ട് തന്നെ നൽകിയിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: ദേശീയ ശരാശരി 25. സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5 ആണെന്ന് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത്. 1000-ൽ 25 ആണ് ദേശീയ ശരാശരി. US-ലെ ശിശുമരണ നിരക്ക് 5.6 ആണ്. വികസിത രാജ്യത്തിനും താഴെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകിയിരിക്കുന്നത്. 4 കോളം വാർത്തയാണ്, പക്ഷേ ചെറിയ വരിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. 5 കോളം തലക്കെട്ടും നൽകിയിട്ടുണ്ട്. മലയാള മനോരമ പക്ഷേ കൊടുത്തത് 12-ാം പേജിൽ ചർമ്മക്കോളത്തിന് താഴെ. ഇത് നമുക്ക് മാതൃഭൂമി നോക്കിയാലോ? മാതൃഭൂമിയിൽ 12-ാം പേജിലാണ് വാർത്ത. 2 കോളം വാർത്തയാണ്. ശിശുമരണ നിരക്ക് അമേരിക്കയെ പിന്നിലാക്കി കേരളം എന്ന തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയെ പിന്നിലാക്കി കേരളം എന്ന തലക്കെട്ടാണ് കൊടുത്തത്. അത്രയെങ്കിലും കൊടുത്തല്ലോ എന്ന് സമാധാനിക്കാം. മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് അതുപോലെ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു വരി പോലും അധികം ചേർക്കാനോ ഒരു പ്രത്യേക വാർത്ത നൽകാനോ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നോർക്കണം. അതാണ് നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നത്. കേരളത്തിന് തല ഉയർത്തി നിൽക്കാം. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എൻ്റെ കേരളം എന്ന്. എൻ്റെ കേരളം ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു എന്ന്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയല്ലാതെ പോകുന്നു. അത് കേരള സർക്കാരിനോടുള്ള വിരോധമാണോ? അതല്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനോടുള്ള
അസൂയയാണോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എന്നിരുന്നാലും മാധ്യമങ്ങൾ കുറച്ചുകൂടി നിഷ്പക്ഷമായ നിലപാടിലേക്ക് വരേണ്ടിയിരിക്കുന്നു കേരളത്തിൽ എന്ന് പറയാനേ നമുക്ക് കഴിയുകയുള്ളൂ. പക്ഷേ അത് സാധ്യമാകും എന്ന് കരുതേണ്ട. കാരണം മാധ്യമങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് വെളിവാക്കുന്നതാണ് ഈ വാർത്തയുടെ വിന്യാസ രീതി.